നമസ്കാരം. അങ്ങനെ വീണ്ടും ഒരു ചെറിയ ഇടവേളയ്ക്കു ശേഷം പിണറായി വിജയന്റെ കുടുംബം കേരള രാഷ്ട്രീയത്തിന്റെ മുൻനിര ചർച്ചയിലേക്ക് വരികയാണ്. ഇപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് മുഹമ്മദ് റിയാസ് എന്ന പിണറായി വിജയന്റെ മരുമകനും മന്ത്രിയുമായിരുന്ന നിലവിലെ MLA അറസ്റ്റ് എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളതാണ്. ഇത്രയേറെ ആരോപണങ്ങളും കേന്ദ്രാന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലും റെയ്ഡും ഒക്കെ അഭിമുഖീകരിക്കുന്ന ഒരു കുടുംബവും അതിലെ പ്രധാന വ്യക്തികളും കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയുടെ അമരത്വം കേരള രാഷ്ട്രീയത്തിലെ നിർണായക പദവികളിലും ഇരിക്കുന്നു എന്നത് തന്നെ കേരളത്തിന് ഏറെ നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറയാതെ വയ്യ. ഇപ്പോഴെങ്കിലും അന്വേഷണം അവസാനിക്കുന്നത് വരെയെങ്കിലും നിരപരാധികളാണോ എന്ന് ഉറപ്പുണ്ടെങ്കിൽ രാജിവെച്ച അന്വേഷണത്തെ നേരിടാൻ ചങ്കൂറ്റമുണ്ടോ എന്നൊരൊറ്റ ചോദ്യമാണ് പിണറായിയോടും മരുമകനോടും ചോദിക്കാനുള്ളത്. കേരള രാഷ്ട്രീയത്തിൽ നിന്നും ഭരണത്തിരുന്നപ്പോൾ ഖജനാവിൽ നിന്നും അമ്മായിയപ്പനും മരുമോനും കൂടി കോടികൾ സമ്പാദിക്കുന്നതിനിടയിലാണ് വീണയുടെ പേരിൽ ഇത്രയും വലിയൊരു കേസ്, അതും ഒരു ചെറിയ നോട്ടപ്പിശക് മൂലം പുറത്തേക്ക് വന്നത്. എനിക്ക് ശേഷം മറ്റാര് എന്ന ചോദ്യത്തിന് എൻ്റെ മരുമകൻ മുഹമ്മദ് റിയാസ് എന്നൊരു ഉത്തരം നാവിൻ തുമ്പിലേക്ക് വന്ന പിണറായി വിജയന് തൊണ്ട തൊടാതെ ആ ഉത്തരം ഉൾപ്പെടെ വിഴുങ്ങേണ്ടി വന്നു ഈ ഒരൊറ്റ കേസിന്റെ പേരിൽ. പിണറായിയും ഇടതുപക്ഷവും എപ്പോഴും ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും പകപോക്കലാണ് എന്നും കേന്ദ്ര സർക്കാർ കരുതിക്കൂട്ടി ആക്രമിക്കുന്നതാണ് എന്നുമൊക്കെ. പക്ഷേ ഈ ആരോപിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ തിരിച്ചൊന്ന് ചിന്തിച്ചാൽ ഒരു സാധാരണക്കാരനാണ് ഇത്തരം അന്വേഷണ പരിധിയിൽ വരുന്നതെങ്കിൽ അത് മനസ്സിലാക്കാം. അധികാരവും പണവും ഒന്നുമില്ലാത്തവനെതിരെ ആർക്കും എന്തും ചെയ്യാമെന്ന് ചിന്തിക്കാം. പക്ഷേ ഇതെല്ലാമുള്ള ഒരുപക്ഷെ ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തുകയോ ചെയ്താൽ പോലും കേരള രാഷ്ട്രീയം പ്രകമ്പനം കൊള്ളുന്ന, തീ പിടിക്കുന്ന അങ്ങനെയുള്ളൊരു നേതാവിൻ്റെ കുടുംബത്തിന് ഒരു തെളിവുമില്ലാതെ ഇങ്ങനെ പിന്തുടരാൻ ഏതെങ്കിലും ഒരു അന്വേഷണ സംഘത്തിന് ധൈര്യമുണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഏറെ പ്രസക്തം. പിന്നെ മുഹമ്മദ് റിയാസിന്റെ അടുപ്പക്കാരുടെ വീട്ടിലേക്ക് അന്വേഷണ സംഘം കടന്നു വന്നപ്പോൾ തടയാനും തല്ലിക്കൊല്ലാനും അണികളെന്ന് പറയുന്നവർ ഉണ്ടായില്ല എന്നതാണ് മറ്റൊരു വസ്തുത. കഴിഞ്ഞ അറസ്റ്റോടുകൂടി പിണറായി തള്ളിക്കളഞ്ഞ് കൈകഴുകുന്നത് കണ്ടതോടുകൂടി എല്ലാം പാഠം പഠിച്ചെങ്കിൽ അത് നല്ലത്. കോഴിക്കോട് മാത്രം 4-ലധികം കേന്ദ്രങ്ങളിലാണ് ചൊവ്വാഴ്ച പരിശോധന നടന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായത് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ P. നിഖിലിന്റെ വീട്ടിലും മുൻ TDPC ഡെസ്റ്റിനേഷൻ മാനേജർ നന്ദുലാലിന്റെ വീട്ടിലും നടന്ന റെയ്ഡാണ്. കഴിഞ്ഞ മെയ് മാസത്തിൽ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതി ഉൾപ്പെടെ കേരളത്തിലെ വിവിധയിടങ്ങളിൽ ED നടത്തിയ പരിശോധന കേരള രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിച്ചിരുന്നു. പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന എക്സാലോജിക് സൊല്യൂഷൻസും CMRLനും ഇടയിലെ സാമ്പത്തിക ഇടപാടുകളാണ് അന്വേഷണത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരുന്നത്. വീണയുടെ സ്ഥാപനത്തിന് സേവനം നൽകിയതിന് പകരമായി പണം നൽകിയോ സേവനം നൽകാതെയാണ് പണം കൈമാറിയതോ, ആ പണത്തിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണ് തുടങ്ങിയ ചോദ്യങ്ങളാണ് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നത്. ഇതിനകം തന്നെ വീണ വിജയനെ ED ചോദ്യം ചെയ്തിട്ടുണ്ട്. ജൂൺ 17 കൊച്ചിയിലെ ED ഓഫീസിൽ മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലിന് വീണ ഹാജരായിരുന്നു. അന്വേഷണത്തിന്റെ പ്രധാന ഭാഗമായത് CMRL എക്സാലോജിക്ക് നൽകിയതായി ആരോപിക്കപ്പെടുന്ന ഏകദേശം 2.78 കോടി രൂപയുടെ ഇടപാടുകളായിരുന്നു. SFIയുടെ അന്വേഷണത്തിൽ ഉയർന്നു വന്ന രേഖകളും CMRL മാനേജിംഗ് ഡയറക്ടറുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് ലഭിച്ച മൊഴികളും പരിശോധിച്ച ശേഷമാണ് ED വീണയെ ചോദ്യം ചെയ്തതെന്നതാണ് റിപ്പോർട്ടുകൾ. ഇതോടെ കേരള രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായും ഉയരുന്ന ചോദ്യം ഇതാണ്, ഇനി അന്വേഷണം എവിടേക്കാണ് എന്നത്. അതോടൊപ്പം മറ്റൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. വീണ വിജയൻ മാത്രമല്ല, പിണറായി വിജയന്റെ കുടുംബവും മരുമകനും ഉൾപ്പെടെയുള്ളവർ അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഈ അന്വേഷണം ഒടുവിൽ ആരിലേക്കാണ് എത്തിച്ചേരുക? ഇത് രാഷ്ട്രീയ പകപോക്കലാണെങ്കിൽ അന്വേഷണം നേരിടാൻ എന്തുകൊണ്ട് ഇത്രയും ഭയം? ഇതൊരു രാഷ്ട്രീയാരോപണം മാത്രമാണ്. പക്ഷേ പൊതുജീവിതത്തിൽ നിൽക്കുന്നവർക്ക് ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ട ബാധ്യതയുണ്ട്. ഒരു സാധാരണക്കാരന്റെ സ്ഥാപനത്തിലേക്ക് അന്വേഷണ ഏജൻസി എത്തിയാൽ അയാൾ നിയമപരമായി അന്വേഷണം നേരിടേണ്ടി വരും. അതേ നിയമം ഒരു മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും ബാധകമല്ലേ? അധികാരമുണ്ടായിരുന്ന കുടുംബം എന്നതുകൊണ്ട് അന്വേഷണത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടണം എന്നൊരു ജനാധിപത്യ തത്വമില്ല. അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ കുടുംബമാണ് എന്നതുകൊണ്ട് കുറ്റക്കാരനാണെന്ന് മുൻകൂട്ടി വിധിക്കുന്നതുമില്ല. അതിനാൽ ഈ കേസിൽ യഥാർത്ഥത്തിൽ വേണ്ടത് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളല്ല, തെളിവുകളാണ്. അന്വേഷണത്തിന്റെ ഫലമാണ്, കോടതിയുടെ അന്തിമ തീരുമാനമാണ്. പക്ഷേ അതിനിടയിൽ കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു വലിയ ചർച്ച കൂടി ഉയരുകയാണ്. വീണ വിജയന്റെ ഭർത്താവും മുൻ മന്ത്രിയും നിലവിലെ MLAയുമായ PA മുഹമ്മദ് റിയാസിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച്. അറസ്റ്റ് എപ്പോഴുണ്ടാകും എന്ന തരത്തിലുള്ള ചർച്ചകൾ ഇതിനകം രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉയരുന്നുണ്ടെങ്കിലും അത്തരമൊരു അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. അന്വേഷണ ഏജൻസികളുടെ നടപടികളെ അടിസ്ഥാനമാക്കി മാത്രം ഭാവിയിലെ അറസ്റ്റ് പ്രവചിക്കുന്നതും ശരിയല്ല. എങ്കിലും റിയാസിന്റെ രാഷ്ട്രീയ സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് മറ്റൊരു കാരണം കൂടിയുണ്ട്.
പിണറായി വിജയന്റെ നേതൃത്വത്തിന് ശേഷം CPM-ൽ ആര് ശക്തനാകുമെന്ന ചർച്ചകൾക്കിടയിൽ റിയാസ് എന്ന പേര് ഉയർന്നത് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം, സംഘടനാപരമായ ബന്ധങ്ങൾ, പാർട്ടിയിലെ വളർച്ച എന്നിവയൊക്കെ കാരണം തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് ആ രാഷ്ട്രീയ ചിത്രത്തിന് മുന്നിൽ മറ്റൊരു നിഴൽ വീണിരിക്കുകയാണ്. ഇനി മറ്റൊരു വാദത്തിലേക്ക് വരാം. ഇത് കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ പകപോക്കലാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ മറുപടി അതെന്താണ്? അന്വേഷണത്തിൽ നിന്ന് ഒളിച്ചോടുകയല്ല, അന്വേഷിക്കൂ, സത്യം പുറത്തു വരട്ടെ എന്ന് പറയുന്നതാണ്. അതിന് നിയമപരമായ എല്ലാ വഴികളും തുറന്നു വയ്ക്കുകയാണ്. തെളിവുകൾ പുറത്തുവിടുക, കോടതിയിൽ വാദിക്കുക, കുറ്റമില്ലെങ്കിൽ അതേ അന്വേഷണത്തിലൂടെ അത് തെളിയിക്കുക. അതാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് ജനങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും ശക്തമായ മറുപടി. മാത്രമല്ല, മെയ് മാസത്തിലെ റെയ്ഡിനിടയിൽ ED സംഘത്തിന്റെ വാഹനങ്ങൾ ആക്രമിക്കപ്പെട്ട സംഭവം കേരളം മറന്നിട്ടില്ല. EDയുടെ റിപ്പോർട്ട് പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായി. ഒരു ഡ്രൈവർക്ക് പരിക്കേറ്റതായും ഏജൻസി അന്ന് ആരോപിച്ചിരുന്നു. അത് രാഷ്ട്രീയമായി ന്യായീകരിക്കേണ്ട വിഷയമല്ല. അന്വേഷണ ഏജൻസിയുടെ നടപടിയോട് വിയോജിപ്പുണ്ടെങ്കിൽ നിയമപരമായി ചോദ്യം ചെയ്യാം, കോടതിയെ സമീപിക്കാം, രാഷ്ട്രീയമായി പ്രതിഷേധിക്കാം. പക്ഷേ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ ആക്രമിക്കുന്നത് ജനാധിപത്യ പ്രതിഷേധത്തിന്റെ പരിധിയിൽ വരുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യം കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കും ഒരു പാഠമാണ്. നേതാവിന്റെ പേരിൽ നിയമം തടയാൻ കഴിയില്ല എന്നുള്ളത്. വിവിധ സംഘങ്ങളായി രാവിലെ മുതലെത്തിയ ED ഉദ്യോഗസ്ഥർ ഒരേ സമയത്താണ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ സ്ഥാപനങ്ങളിൽ എത്തിയത്. കുണ്ടൂപ്പറമ്പിലെ നന്ദുലാലിന്റെ വീട്, സരോവരം റോഡിലെ സ്ഥാപനം, പന്തീരങ്കാവിലെ വാരിഷ് കളത്തിങ്കൽ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ക്യാപിറ്റൽ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, P. നിഖിലിന്റെ വീട് എന്നിവിടങ്ങളിലെല്ലാമാണ് റെയ്ഡ് നടന്നത്. വീണയുടെ ഡയറിയിൽ നിന്നാണ് EDക്ക് നിഖിലടക്കമുള്ളവരുടെ വിവരങ്ങൾ ലഭിച്ചതെന്നതാണ് റിപ്പോർട്ട്. മാസപ്പടി കേസിൽ പ്രതികളാക്കപ്പെട്ടിട്ടുള്ളവർക്ക് ആദ്യ കുറ്റപത്രം കൊടുക്കുന്നതിന് മുന്നോടിയായാണ് അവസാനഘട്ട പരിശോധന നടത്തുന്നതെന്നതാണ് വിവരം. എക്സാലോജിക്കിന് പുറമെ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന പേരിലും വീണയുടെ പേരിൽ കമ്പനിയുണ്ട് എന്ന് EDക്ക് വിവരം ലഭിച്ചിരുന്നു. വീണയുടെ വീട്ടിൽ മെയ് 27 നടത്തിയ റെയ്ഡിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭിച്ചതായും വിവരമുണ്ട്. കേന്ദ്ര സേനാംഗങ്ങളുടെ കാവലിലാണ് വീടുകളിലും സ്ഥാപനങ്ങളിലും റെയ്ഡ് നടക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ഏതെങ്കിലും പ്രതികരണത്തിന് CPM നേതാക്കൾ തയ്യാറായിട്ടില്ല. ഇന്ന് കേരളം ഉറ്റുനോക്കുന്നത് EDയുടെ അടുത്ത നീക്കമാണ്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുമോ? കൂടുതൽ രേഖകൾ പുറത്തുവരുമോ? പുതിയ സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകൾ ലഭിക്കുമോ? കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുമോ? അന്വേഷണം വീണ വിജയനിൽ തന്നെ ഒതുങ്ങുമോ? അതോ മറ്റുള്ളവരിലേക്കും നീളുമോ? ഇതെല്ലാം അന്വേഷണത്തിന്റെ പുരോഗതി അനുസരിച്ചേ വ്യക്തമാവും. പക്ഷേ രാഷ്ട്രീയമായ ഏറ്റവും വലിയ ചോദ്യം മറ്റൊന്നാണ്. അധികാരത്തിന്റെ ഉന്നതിയിൽ നിന്നിരുന്ന ഒരു കുടുംബം അന്വേഷണത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ നിരപരാധികളാണെന്ന വാദത്തിനോടൊപ്പം അന്വേഷണം പൂർണ്ണമായി നടക്കട്ടെ എന്ന് തുറന്നു പറയാനുള്ള രാഷ്ട്രീയ ധൈര്യം ഉണ്ടാകുമോ? അതാണിപ്പോൾ പിണറായി വിജയനോടും മുഹമ്മദ് റിയാസിനോടും ചോദിക്കേണ്ട ചോദ്യം. രാജിവെക്കണമോ വേണ്ടയോ എന്നത് നിയമപരമായ നിർബന്ധമല്ല. പക്ഷേ പൊതുജീവിതത്തിലെ ധാർമ്മികതയുടെ ചർച്ച അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഒരു നേതാവിന്റെ കുടുംബം എന്ന പരിചയം നിയമത്തിന് മുന്നിൽ ഒരു കവചമാകുമോ എന്ന ചോദ്യമാണ്. കൈകൾ ശുദ്ധമാണെന്നും ഈ മടിയിൽ കനമില്ല എന്നും പറഞ്ഞ മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾക്കും കുടുംബത്തിനുമെതിരെ വലിയ ആരോപണം വരുമ്പോൾ ഈ പറഞ്ഞതൊക്കെ സത്യമല്ല എങ്കിൽ എല്ലാ വിരലും ചൂണ്ടിക്കൊണ്ട് കടക്കുപുറത്തു എന്ന് ആക്രോശിക്കാൻ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഇവിടെ കാത്തു നിൽക്കുന്നത്. പിണറായി എന്ന മനുഷ്യന്റെ പാഠത്തിന്റെ അവസാന അധ്യായം അതാകുമോ എന്ന് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്.